പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കർത്താവ്, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പൊ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവിടെ ജോലി, അവിടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവിടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ വേദന, കർത്താവിനെപ്പുറത്ത് തന്നെ വേദന അനുഭവിക്കുന്ന, മനസ്സിലെ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ ആഴ്ചയിൽ. ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവെ, അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സങ്കട നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യന് യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വെച്ചിട്ട് ഇനി എങ്ങനെ നിർത്താമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവെ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയിട്ടെന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവെ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ
ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതം. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം. ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് ഈ എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കണം. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യും. ഒരടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാടും. ഒരു കിണറുണ്ടാക്കണത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കും. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പെരുക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ് ചെയ്യുക. തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാരെ, മക്കളില്ലാത്ത പങ്കാളികളെ, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവർ, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും വേദന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വീശ്വരെ നീക്കുവാണ്. ഇവിടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുരക്തങ്ങളെ എടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരാകാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലനിൽക്കാനും അനേകം ദൈവവിളികൾ സഭയ്ക്കുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പന. അതും നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് അഭിഷേകത്തോടെ ഒരു വ്യക്തി സ്വീകരിച്ച ഈ ലോകത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. ഇന്നും ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സങ്കടകരമായ തിരിച്ചറിവാണ് സഭ ഇനിയും നിലനിൽക്കേണ്ടി വരും, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ള വെല്ലുവിളി നമുക്ക് തരുന്നത്. എങ്കിലും ആവുന്നിടത്തോളം കർത്താവിൻ്റെ വചനത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് കർത്താവ് കുർബാന സ്ഥാപിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. അഗസ്തീനോസ് പറഞ്ഞ് എപ്പോഴും ഞാൻ ഓർക്കും, ദൈവം തന്നെ വീണ്ടും മനുഷ്യപുത്രൻ ജനിച്ചാലും, തന്നെ വീണ്ടും മനുഷ്യനായി അവതരിച്ചാലും, കുരിശുമരണം വരിച്ചാലും, മരിച്ചുയർത്തെന്നേറ്റാലും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പോലൊരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പോലും ഇനി പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പങ്കാളിത്ത സാന്നിധ്യം ഈ മാസത്തെ ഏറ്റവും നല്ല വെളിപാടായിരുന്നത് പരിശുദ്ധ കുർബാനയുടെ പങ്കാളിത്ത സാന്നിധ്യം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് എന്നും ദൈവജനം ഉൾഘോഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. പക്ഷേ നിങ്ങളെന്നെ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നെന്ന് പറയുന്നപ്പോൾ അതൊരു പരസ്പര പങ്കാളിത്ത സാന്നിധ്യമാണ്. എന്നിട്ട് വരുന്നത് വാങ്ങി ഭക്ഷിക്കുവാൻ ഈശോ പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളിൽ വസിക്കുകയും. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കർത്താവിൽ വസിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പങ്കാളിത്ത പരസ്പര പൂരകമായിട്ടുള്ള പ്രസൻസാണ്. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എങ്ങനെയാണ് വസിക്കണമെന്നാണ് 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പം എന്താ സംഭവിക്കണത്? അപ്പം ഈശോയിൽ നമ്മൾ വസിക്കുന്നത്
ഈശോയുടെ വാക്ക് നമ്മൾ നിലനിൽക്കുന്ന അനുസരിച്ചാണ്. അതായത് ഈ ആഴ്ച ഈശോയുടെ വാക്ക് നമ്മൾ കേട്ടു, അടുത്ത ആഴ്ച നമ്മൾ കേട്ടില്ല, അടുത്ത പിന്നത്തെ ആഴ്ച അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുന്ന മാത്രമേ യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ കൃപയെ വചനത്തിൽ നിലനിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ പൂരകമായ പങ്കാളിത്തമായിട്ടുള്ള സാന്നിധ്യമാണുള്ളത്. പക്ഷേ നമുക്ക് കർത്താവിലും വസിക്കാം, കർത്താവ് നമ്മളിലും വസിക്കും. പക്ഷെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഒരു ജീവിത തുടർച്ചയാണ് ശരിക്കും. അല്ലാതെ അതൊരു കുർബാന സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പള്ളിയുടെ വെച്ച് ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഒരു പരിശുദ്ധ കുർബാനയോട് നമ്മളിന്ന് രാത്രി ആരാധന നടത്തല്ലേ? അപ്പോൾ രാത്രി ആരാധന നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപരാധങ്ങൾക്കെതിരെയാണ് രാത്രി ആരാധനയിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന നിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുർബാന സ്വീകരണമെന്നുള്ള ആ സംഭവം, ആ ഏർപ്പാട് പള്ളിയുടെ അകത്ത് വെച്ച് ഒതുക്കി തീർക്കും. പള്ളിയുടെ പുറത്ത് വന്നിട്ട് അവർ പിന്നെ അത് മറന്നു കളയും. ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ല. അതാണ് പരിശുദ്ധ കുർബാനയോട് ഒരു മനുഷ്യൻ കാണിക്കണ ഏറ്റവും വലിയ നിന്നയെന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരത്തിലെ കുർബാന കൊടുക്കത്തില്ല. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക വിധിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമാണെന്ന് മനസ്സാക്ഷി വളരെ നിശ്ചിതമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം. കാര്യം ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരുന്നപ്പോൾ പല ആൾക്കാരും നമുക്ക് ആൾക്കാരെ വിധിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും പരിശുദ്ധ കുർബാനയുടെ അച്ചടക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയോട് ആദരവും ആരാധനയും തോന്നുന്ന കാര്യം കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന കോപ്പറേറ്റ് തരങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയോട് നിന്നാപരാധന കാണിക്കുന്നവരാണ്. കർത്താവിൻ്റെ കൂടെ ജാഗരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച മനസ്സൊരുക്കത്തോടു കൂടി ഈ ദിവസത്തെ സ്വീകരിക്കാൻ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. യോഹന്നാൻ 1:50 യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അതായത് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അപ്പം സ്വർഗീയമായ മേഖലയിലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉടമ്പടിയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ അർത്ഥം, 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന അർത്ഥം. ഒരു മകള് ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത്, അവളുടെ കോളേജിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. അവൾ ഉടനെ മൊബൈൽ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു, അമ്മേ ഉടമ്പടി എടുത്തല്ലേ, അമ്മ മഴവില്ലുമായി എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന്. അതായത് അടയാളം കണ്ടുകൊണ്ടേയിരിക്കും, വലിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അവനെ കേൾക്കുന്ന കാര്യങ്ങളും. ഉടമ്പടിക്ക് 2 ഉണ്ട്. ഉടമ്പടിക്ക് 3 കാര്യങ്ങളുണ്ട്. കാണുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ എന്താണ്, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദൈവമായിട്ട് ഇടപെടുന്നതെല്ലാം ഈ ഒരു 3 ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൺകർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകുന്നതായി പറയുന്നതിൻ്റെ അർത്ഥം വീഡിയ നിങ്ങൾക്ക് പലർക്കും അബദ്ധം പറ്റണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും. പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്, അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. ശ്രുതിയുടെ മക്കളെ യേശു സ്വസ്ഥം ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:21 എടുത്ത് 2 രാജാക്കന്മാർ 2 അവൻ ഉറവയ്ക്കടുത്തു ചെന്ന്, അതായത് ഇസ്രായേൽ ജനം വഴിമധ്യേ ഒരു ഉറവയിലെത്തിയപ്പോൾ അത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ് തോന്നി. അതാണ് വിഷയം. വഴിമതി വായിച്ചോളൂ.
ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറയുക, ഉപ്പ് ഇടണത് എന്താണ്? പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപനം ഇരിപ്പുണ്ട്. എന്താണ്? ഒന്നിട്ട് വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന്, ആ വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട്, വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താണ്? കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. അതായത് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതിന് മരണത്തിന് കാരണമാവുകയില്ല, ഫലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് ഇടണത് പ്രയോഗവും മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയുന്നത് പ്രഖ്യാപനവുമാണ്, ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ്. ഇതുകൊണ്ടാണ് ചില ആൾക്കാരെ പണ്ട് പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ആൾക്കാർ അത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഈ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സിഡാക്കി കളഞ്ഞത്. പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും ഇടുന്നുണ്ട് ആൾക്കാർ. മാവ് പൂത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ ഹോളിലും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല. പ്രഖ്യാപനമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ദൈവമായി, പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവമായിട്ട് നമ്മൾ അമീക്കബിൾ റിലേഷനിലേക്ക് വന്നു നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം, സംശയമില്ലാത്ത എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം വരണം. റീഡിയ നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഈ പ്രഖ്യാപനം ഭരിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയെ, പക്ഷേ ചിലത് ഭരിക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേകം, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഫെയ്ത്ത് ഉണ്ട്. ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും, പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് 10% ഫെയ്ത്ത് ആയിരിക്കും. കണ്ടൻറ്റ് വൈസ് 100% ഫെയ്ത്ത് വിശ്വാസം തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകത്തില്ല. 10 ദിവസത്തിന് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷേ പെട്ടെന്ന് കാലം നനഞ്ഞപ്പോൾ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി താഴെ പോയില്ല, ടക്കോന്നും താഴെ പോയി. അപ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? അല്പവിശ്വാസി. അതാണ് ചോദിക്കണത്. എന്താണ് കാര്യം? സംശയിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അല്പവിശ്വാസി. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പം ഈ പ്രയോഗം നടത്തുന്നവരില്ലേ, കാശുരൂപത്തിൻ്റെ ഉപ്പിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ നടത്തുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അകത്ത് ആ വിശ്വാസം കണ്ടന്റ് അല്പം മാത്രമുള്ള വിശ്വാസമുണ്ട്, ബാക്കിയുള്ളതെല്ലാം എന്താണ്? അല്പവിശ്വാസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അല്പം മാത്രം വിശ്വാസം, ബാക്കിയുള്ള എന്താണ്? സംശയം. അതാണ് വിഷയം. അതാണ് അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അപ്പോൾ വിശ്വാസമുണ്ട്, പക്ഷേ ഒരു 30%, 50% വിശ്വാസമുണ്ട്. പക്ഷേ 50% എന്താ ഉള്ളത്? സംശയമാണ്. ഇന്നലെ വേറെ ഒരു ലേഡി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാക്ഷ്യം ജിസ്മി മേരി റെജി എന്നുള്ള ഒരു മകളുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാക്ഷ്യത്തിന് തന്നിരിക്കുന്നത്, അവൾ പഠിച്ചത് സൈക്കോളജിയാണ്. പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ്. പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പോകുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് പോലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കൊണ്ട് ഗതി പിടിക്കുമോ, എൻ്റെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവിടെ തീരുമാനം എടുത്ത് പറഞ്ഞ് നേഴ്സിംഗ് ആകാൻ പറ്റിയ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഇവൾ സൈക്കോളജി എന്ന് പറഞ്ഞ് കെട്ടിച്ചാടിയ കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്രയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി, സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കരിബറല്ലേ, വേറെ കപ്പാസിറ്റിയാണ്. ആ ഒരു കപ്പാസിറ്റി ഇവർക്ക് ഇല്ലല്ലോ എന്ന് എന്തോ അവർക്കൊരു അസ്വസ്ഥത. പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി മകളെ എന്ന് പറഞ്ഞു. ആസ്ട്രേലിയയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ആസ്ട്രേലിയയിൽ പോകാൻ നേരത്ത് ഇവളുടെ CV മാർക്കിസ്റ്റും അയച്ചു കൊടുത്തു. പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കോളേജിൽ കിട്ടണില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രെയർ തുടങ്ങിയപ്പോൾ തന്നെ
ആസ്ട്രേലിയയിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി. പിന്നെ ബാങ്ക് ലോണും ഒക്കെ ഓക്കെ ആയി. പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പറയണ, ഓ അത് എൻ്റെ നല്ല മാർക്കാണ്, അപ്പോൾ എനിക്കെൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവ സൂത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി. അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്കും സംഭവിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ യേശുവ സൂത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും. ഇവർക്ക് അങ്ങനെ സംഭവിച്ചിരുന്നില്ല. ആരാണ് അവളുടെ, അതായത് ജുസ്മേരിക്ക് എന്താ പറയണത്, ഓ ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ, എബവ് 90 മാർക്കുണ്ട്, എബവ് 90% മാർക്കുണ്ട്, അപ്പോൾ എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്ന് പോയി കാണും, അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി, ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി. കണ്ടാ സംഭവം കണ്ടാ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്കുണ്ട്. ഉള്ളിലിരിപ്പ് നിങ്ങളെ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടിയ ഒരു കല്യാണം പെണ്ണിനെ കിട്ടിയ അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകും. എന്താ കാര്യം, പിന്നെ ഈ പേപ്പർ ഡീഡിക്ക് ദൈവം വഴി മഷീനൊക്കെ കാണത്തില്ല. എന്താ കാര്യം, ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന്. പക്ഷെ ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത്. നിങ്ങളൊരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാന്റെ ലക്ഷണം മാറി, പഴയ കുറുക്കനായി വരും. ആദ്യം കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കരുന്നു, നീലച്ചായത്ത് വീണാണേ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല. അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും, കളം മാറ്റി പിടിക്കും. എന്താണ്, ഓ അതിൻ്റെ മാർക്ക് കൊണ്ട് ആണ് ജയിച്ചതെന്ന് പറയും. അതോടുകൂടി പ്രശ്നമായി. എന്താ, അതിനാണ് ഈ അല്പവിശ്വാസം എന്ന് പറയുന്നത്. എന്താ കാര്യം, വിശ്വാസമുണ്ട്, പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് പേഴ്സൺ ഉണ്ട്. നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും. എന്താ ചിന്തിക്കണത്, എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല, അങ്ങനെയുണ്ട് പരിപാടി, എൻ്റെ മാർക്കും സൂപ്പറായിരുന്നല്ല. ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, നീ ദൈവത്തിന് പിടികൊടുത്തു. ഒന്നാമത്തെ ലോക ഇഡിയറ്റാണ് നീ. ബസ്റ്റാണെന്ന് വിളിക്കാത്തത് ബലിപീഠമായതുകൊണ്ടാണ് വിളിക്കാത്തത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോക ഇഡിയറ്റാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരാ വലുതാക്കാതെ വായി നോക്കികളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കളം മാറി ചവിട്ടും. അതെൻ്റെ കഴിവ് കൊണ്ടാണ്. പിന്നെ പ്രാർത്ഥന, നിൻ്റെ കഴിവില്ലേ, നിനക്ക് ഇത്ര മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റ് ആവും. അതോടുകൂടി പക്ഷേ ഇവള് ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ അപ്പം ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടുകാരത്തേക്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞു, എടി നീ നിൻ്റെ കാര്യം എന്തായി, എനിക്ക് ആസ്ട്രേലിയ ഇന്ന കോളേജ് കിട്ടി. അയ്യോ കിട്ടിയാ, എങ്ങനെ കിട്ടി, എപ്പോൾ കിട്ടി, ഇന്നലെ കിട്ടി. ഇന്നലെ കിട്ടിയാ, ഇന്നലെ കിട്ടി, എന്താണ്, ഏയ് ഇല്ല കിട്ടിയില്ല, എനിക്ക് കിട്ടിയല്ല, അത് പേപ്പർ കാണിച്ച്. അപ്പോൾ ഇവർ തലക്ക് വെക്കണം. എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ. ഇവർക്ക് പണി കിട്ടണ വരെ കണ്ടില്ലേ, ദൈവം വിടത്തില്ല, നിന്നെ പുറകെ നടക്കുകയാണ് ഈ പിതാവിൻ്റെ പുറകെ. എന്താ കാര്യം, നീ നിൻ്റെ കഴിവ് കൊണ്ടാണ്, മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ. അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരേണ്ട ദൈവത്തിൻ്റെ ചുമതലയല്ലേ. അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയാണ്. കൂട്ടുകാരത്തെ വിട്ടിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ്, അവിടുത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഇന്നലെ കിട്ടി. അപ്പോഴാണ് ഇവർക്ക് വിഷമമായി, അനുതാപമായത്. ആ അനുതാപം എന്നെ വഴി കണ്ടില്ലേ, അനുതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളൂ. അപ്പോൾ അനുതാപം വന്നു. അപ്പോൾ അവൾ സോറി പറഞ്ഞു. അപ്പം സാക്ഷി ഉടനെ പറഞ്ഞു. സാക്ഷ്യം പറയരുതെന്നും പറഞ്ഞാൽ ഉടമ്പടി എടുത്തത്. പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു. എന്താ കാര്യം, അനുഭവം അത്രമാണ്. കാര്യം എന്താണ്, ക്ലോസായി പോയ അഡ്മിഷന് ഇവക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആസ്ട്രേലിയയിൽ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, കുറവുകൾ നോക്കാതെ നമ്മുടെ വഴി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സംശയത്തിൻ്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. എപ്പോഴും സംശയം, അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ഈ സംഭവം കൊണ്ടുവരികയും ചെയ്യണത്. ദൈവം ഒരിക്കലും ഇങ്ങനെ നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മെറിറ്റിലേക്ക് നൽകണത്. അതാണ് പ്രശ്നം. ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത്. ദൈവം അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ടൊക്കെ തരണത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കഴിവ് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറുമത്. പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ ചില അച്ഛന്മാർ ചോദിക്കും, ഉടമ്പടിക്കെതിരായ പാപങ്ങളോ, എന്നാ ഉടമ്പടി, ആരുടമ്പടി എടുത്തു, എന്ത് പാപം എന്നൊക്കെ ചോദിക്കും. അച്ഛന്മാർ ഇവരൊക്കെ അറിയാൻ മേലാതെ പറയണതാണ്. ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും
ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റുകയും അതേസമയം തന്നെ നിനക്ക് നോട്ട് ബൈ മെറിറ്റ്, നിന്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളമാറ്റി ചവിട്ടി അത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും. അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസഫച്ചനോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മ വഴി ഈശോട് ചെയ്ത ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേലെ തുടർ നടപടികൾ ഉണ്ടാകണം. നിങ്ങൾ വിശുദ്ധി ജീവിക്കണം, അനുതാപത്തോടെ ജീവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസുഖ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരിത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആദ്യമായി തന്നെ അഭിഷേകത്തോടെ അച്ഛൻ പറയുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ശിഖിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗ്യ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതു കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതു കരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ, ഞരമ്പുകളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ. എല്ലാ കോശങ്ങളും യേശുവിന്റെ നാമത്തിൽ തുള്ളിച്ചാടട്ടെ. എല്ലാ കോശങ്ങളും ഹല്ലേലൂയ പാടി യേശുവിന്റെ നാമത്തിൽ തുടിച്ചു ചാടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, യേശുവിന്റെ നാമത്തിൽ പീഡാവേദികള്, യേശുവിന്റെ നാമത്തിൽ മഹാരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര്, സാമ്പത്തിക ബാധ്യതയുള്ളവര്, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വേവലാതിയും ഉള്ളവര്, കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ വേദപിരിഞ്ഞ് ജീവിക്കുന്നവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതിനും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ, പലതരത്തിലുള്ള കേസുകൾ, കോടതികൾ, ജയിലിൽ കിടക്കുന്നവർ പോരും. ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരുണ, പരിശുദ്ധ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തി ദൈവനാമത്തെ കടന്നു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോലെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ദുരിതങ്ങള്, നാമത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മുട്ടേ നിൽക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ, ഉടമ്പടിയിൽ വെക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓൺലൈനിലുള്ളവരെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകുവാൻ, അനുതാപം നിറയുന്ന മനസ്സുമായി നിന്നിലേക്ക് തിരിച്ചു വരുവാൻ ഈശോയെ ഞങ്ങൾക്കൊരു അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പശ്ചാത്തപിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന അവസരങ്ങളെ
നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കുന്നു. മേലിൽ ഈശോയെ പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ തൽക്ഷണം നിന്നെ അനുധാവനം ചെയ്യുവാൻ, ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് വികാരണ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.